വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ 8500-ൽ പരം വാഗ്ദാനങ്ങൾ നമുക്ക് സ്വർഗം നൽകിയിട്ടുണ്ട്. 8500-ൽ പരം വാഗ്ദാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് യേശു നേരിട്ട് നൽകിയത്. ഇത് നൽകിയത് മനുഷ്യനല്ല, യേശുവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നോ എന്ത് പാനം ചെയ്യുമെന്നോ എന്ത് ധരിക്കുമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്നിട്ടത് പറഞ്ഞു മുന്നോട്ട് വന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം ഞാൻ കൂട്ടിച്ചേർക്കപ്പെടും. ഒരു ദൈവമകനും മകളും ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവത്തെ അപ്പനായി സ്വീകരിച്ച് സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ഒന്നിനും ഒരു കുറവും ഈ ദൈവം വരുത്തുകയില്ല. കാരണം സങ്കീർത്തനം 145:13 പറയുകയാണ്, അവിടുത്തെ രാജ്യം ശാശ്വതമാണ്, അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. ദൈവരാജ്യം ദർശനം കണ്ടുകൊണ്ട് ആത്മരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു ദൈവമകനും മകൾക്കും ഇന്നുവരെയും ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല, ഇനി ഒരിക്കലും ദൈവം വരുത്തുകയുമില്ല. കാരണം ദൈവരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റി കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ കടമയാണ്. കാരണം കർത്താവ് യേശു നമുക്ക് വാഗ്ദാനം നൽകിയതും അതുതന്നെയാണ്. ചില വ്യക്തികൾ ചോദിച്ചേക്കാം, ദൈവം നൂലിൽ കെട്ടി ഇറക്കി തരുമോ? നീ എന്തിനാ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? നീ എന്തിനാ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നത്, പള്ളിയിൽ പോകുന്നതെന്നൊക്കെ. കടമകൾ കർത്തവ്യങ്ങൾ നിറവേറ്റാതാണോ പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദൈവമക്കളെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു ദുഷ്ടാരൂപിയുണ്ട്. ഒരു ദൈവമകൻ്റെയും മകളുടെയും ഏറ്റവും പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് സ്വന്തം ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ സകല ആവശ്യങ്ങളും ആ ദൈവം തന്നെ നിറവേറ്റി തരുമെന്നാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ദൈവം നൂലിൽ കെട്ടി ഇറക്കുമോ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും പറയാൻ ഒരേ ഒരു വാക്കേ ഉള്ളൂ, എൻ്റെ ദൈവത്തിന് നൂല് വേണ്ട കെട്ടി ഇറക്കാൻ. നൂലില്ലാതെ കെട്ടി ഇറക്കിത്തരുന്നൊരു ദൈവത്തെയാണ് ദൈവമക്കൾ കാണേണ്ടത്. നൂലില്ലാതെ കെട്ടി ഇറക്കുക മാത്രമല്ല, ആ ദൈവത്തിൻ്റെ മകനും മകളുമെന്ന് ദൈവസന്നിധിയിൽ തല ഉയർത്തി നിർത്താൻ കൊതിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നിത്യത ദർശിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച സകല മനുഷ്യരുടെയും ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ദൈവം അത്ഭുതകരമായി അവരെ നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതായത് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തെ ദർശനം കണ്ടുകൊണ്ട് ദൈവത്തെ, ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിച്ച് മുമ്പോട്ട് പോകുമ്പോൾ രാജാവ് രാജ്യഭരണം ഏറ്റെടുത്ത ആ നാളിൽ രാജാവിൻ്റെ സ്നേഹിതന്മാരിൽ വെച്ചു ഏറ്റവും പ്രിയങ്കരനായിരുന്ന ദാനിയേൽ ദിവസവും രാജാവിൻ്റെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ ദാനിയേലിനെ വിളിക്കാറുണ്ടായിരുന്നു. ദാനിയേൽ ഉറക്കെ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. ആ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം. എന്നാൽ രാജാവിൻ്റെ പ്രിയങ്കരനായതുകൊണ്ട് ദാനിയേലിനെ ഒന്നും പറയാറില്ല. ഒരു നാൾ ദാനിയേലിനെ നിർബന്ധിച്ച് വിളിക്കുകയാണ്.
ദാനിയേൽ അപ്പോഴും ഉറക്കെ പ്രഖ്യാപിക്കുകയാണോ, രാജാവേ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം മാത്രമാണ് ഏകസത്യ ദൈവം, ആ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. രാജാവ് കോപാകുലനായിട്ടാണ് ചോദിക്കുന്നത്, മറ്റ് ദൈവങ്ങൾ ദൈവമല്ലയോ എന്ന്. രാജാവും ദാനിയേലുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. നീ പറയുന്ന ദൈവം ആണ് ഏകസത്യ ദൈവമെങ്കിൽ നീ തെളിയിക്കുക. പ്രിയപ്പെട്ടവരെ, 2 തെളിവുകളിലൂടെയാണ് രാജാവിൻ്റെ മുമ്പിൽ ദാനിയേൽ തൻ്റെ ദൈവത്തെ സ്ഥിരീകരിക്കുന്നത്. അതിന് കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറയുന്നത്, രാജാവിനെ ഭീഷണിപ്പെടുത്തി ശത്രുക്കൾ സിംഹങ്ങളുടെ കുഴിയിലേക്ക് വലിച്ചെറിയുവാൻ, ദാനിയേലിൻ്റെ ജീവൻ അപഹരിക്കുവാൻ ശത്രുക്കൾ തീരുമാനമെടുക്കുകയാണ്. ദാനിയേൽ അപ്പോഴും ഈ ദൈവത്തെയാണ് സ്വപ്നം കണ്ടത്. ദാനിയേലിനെ ഭക്ഷിക്കുവാൻ വേണ്ടി 6 ദിവസമാണ് സിംഹങ്ങളെ പട്ടിണിക്കിട്ടത്. ദിവസം 2 മനുഷ്യരെയും 2 ആടുകളെയും കൊടുക്കുന്ന സിംഹങ്ങളെ ദാനിയേലിനെ ഭക്ഷിക്കാൻ വേണ്ടി, ദാനിയേലിൻ്റെ എല്ല് പോലും ശേഷിക്കാത്ത വിധത്തിൽ അത് മുഴുവൻ സിംഹങ്ങൾ ഭക്ഷിക്കുവാൻ വേണ്ടി 6 ദിവസം സിംഹങ്ങളെ പട്ടിണിക്കിട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദാനിയേലിൻ്റെ ദൈവം, ദാനിയേൽ ഈ ഭൂമിയിൽ ഏറ്റുപറയുമ്പോൾ ദാനിയേലിൻ്റെ ദൈവമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം അവിടെ സ്ഥിരീകരിക്കുകയാണ്. അവിടെ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും സിംഹക്കുഴിയിൽ വലിച്ചെറിയുമ്പോഴും ദാനിയേൽ സ്വർഗത്തെയാണ് ദർശിച്ചത് നിത്യതയാണോ? സിംഹങ്ങളുടെ കുഴിയിലേക്ക് ദാനിയേൽ ചെല്ലുമ്പോൾ ദാനിയേലിനെ ഭക്ഷിക്കുവാനിരുന്ന സിംഹങ്ങളിലേക്ക് ദാനിയേലിലുണ്ടായിരുന്ന അഭിഷേകം പകരപ്പെടുകയും, സിംഹങ്ങളുടെ കുഴിയിൽ ദാനിയേലും മൃഗങ്ങളുമായി ഒരു ദൈവാരാധന നടന്ന് 148 സങ്കീർത്തനത്തിൽ പറയുന്നു, വന്യജീവികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സിംഹങ്ങൾ വിശന്ന് തളർന്ന് അവിടെ സിംഹക്കുഴിയിലായിരിക്കുമ്പോൾ ദാനിയേലിന് വിശന്നു. ദാനിയേൽ സിംഹക്കുഴിയുടെ മധ്യേ മുട്ടുകുത്തിയിട്ട് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ അപ്പാ എന്ന് വിളിച്ചു ആരാധിക്കുകയാണ്. തൽക്ഷണം ദൈവം ദാനിയേലിൻ്റെ വിശപ്പടക്കുവാൻ അവിടെ ഇറങ്ങിയാണ്. മറ്റൊരു ദേശത്തിലൂടെ ഹബക്കുക്ക് പ്രവാചകൻ തൻ്റെ കർഷകർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കുക്ക് പ്രവാചകൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് ആ ഭക്ഷണം കൊടുക്കുക. പ്രവാചകൻ പറഞ്ഞു, ബാബിലോൺ എവിടെയാണെന്നോ സിംഹക്കുഴി ഏതാണെന്നോ എനിക്കറിയത്തില്ല. ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് ഹബക്കുക്ക് പ്രവാചകനെ കൊണ്ടുപോയത് മുടിക്ക് കുത്തിപ്പിടിച്ചു വായുവേഗത്തിൽ ദാനിയേൽ കിടന്ന കുഴിയുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇപ്രകാരമാണ് പറയുന്നത്. വിറയലോടുകൂടി പ്രവാചകനായ ഹബക്കുക്ക് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, അല്ലയോ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നിന്റെ ദൈവം എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം നീ കഴിച്ചാലും. എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം ഇതാണ്. ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് പ്രവാചകൻ ആ അപ്പം ഇറക്കിക്കൊടുത്തത് നൂലിൽ കെട്ടിയല്ല. ഹബക്കുക്ക് പ്രവാചകൻ, ദാനിയേൽ പ്രവാചകൻ അപ്പം ഇറക്കിക്കൊടുക്കുന്ന സമയത്ത് ഒരു കൈ അവിടെ ചെന്നു. യെശയ്യാ 59 കൈ. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. യെശയ്യാ 41:10 കൈ. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നീ ദൈവരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ ലോകത്തിൽ നീ അധ്വാനിക്കുമ്പോൾ, നീ ലോകത്തിൽ നീ കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും നിൻ്റെ ചിന്തയും നിൻ്റെ ജീവിത ദർശനവും സ്വർഗരാജ്യമാണുവെങ്കിൽ ഈ ഭൂമിയിൽ നിനക്കൊന്നിനും ഒരു കുറവ് വരില്ല. നിന്നെ പോറ്റുന്ന ഒരു ദൈവമുണ്ട്. മത്തായി 6:32 നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നോ എന്ത് പാനം ചെയ്യുമെന്നോ എന്ത് ധരിക്കുമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. വിജാതിരാണ് അങ്ങനെ ആകുലപ്പെടുന്നത്. കാരണം എന്താ? വിജാതികർക്ക് ദൈവത്തെ അറിയില്ല. എന്നാൽ ദൈവമക്കളുടെ വിശ്വാസം എന്താ? ദൈവം അപ്പനാണ്. അപ്പനായ ദൈവത്തെ മകനും മകളും അപ്പനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് എന്ത് തരണമെന്ന് ആ അപ്പൻ മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത്, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മക്കളുടെ കണ്ണുകൾ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കൊരു ചെറിയ വേദന വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ കണ്ട് കേട്ട് അറിഞ്ഞ് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, എൻ്റെ അപ്പൻ, എൻ്റെ ദൈവം എൻ്റെ അപ്പനാണെങ്കിൽ
എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നതിന് മുമ്പേ എല്ലാം അറിഞ്ഞ് എനിക്ക് ചെയ്തു തരുന്നവരാണെന്ന് നീ വിശ്വസിക്കണം. ഈ വിശ്വാസം വരണമെങ്കിൽ നിൻ്റെ ലക്ഷ്യവും നിൻ്റെ ചിന്തയും ആദ്യം അവിടുത്തെ രാജ്യത്തെക്കുറിച്ചായിരിക്കണം, അവിടുത്തെ നീതിയെക്കുറിച്ചായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇത് നീ വിശ്വസിച്ചോ? 2022 ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അനേകർ ചോദിച്ചതുപോലെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിലൂടെ ഇത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് സിംഹങ്ങൾ. ഇതൊരു വാഗ്ദാനമായിരുന്നു. സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വളഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുമുണ്ടാകില്ല എന്ന് സങ്കീർത്തനം 34:10 ഒരു വാഗ്ദാനം അവിടെ കിടക്കുകയായിരുന്നു. ആ വാഗ്ദാനം പ്രാപിച്ച ഒരു വ്യക്തിയാണ് ദാനിയേൽ. സിംഹങ്ങളുടെ കുഴിയിൽ സിംഹം വിശന്ന് തളർന്നിരിക്കുമ്പോഴും ആ വിശന്ന് തളർന്നിരിക്കുന്ന സിംഹങ്ങളുടെ മുന്നിലിരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവം എത്തിച്ചു കൊടുത്ത ഭക്ഷണം സ്വർഗത്തിലേക്കൊടുത്ത് ഉയർത്തി വാഴ്ത്തി ദാനിയേൽ ഭക്ഷിച്ചപ്പോഴാണ് സങ്കീർത്തനം 34:10 സാക്ഷാത്കരിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, അതുകൊണ്ട് നീ ആദ്യം അന്വേഷിക്കേണ്ടത് നിത്യതയെക്കുറിച്ചാണോ, നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണ്, സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ദൈവം നേരിട്ട് നിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടും. അത് മനുഷ്യരിലൂടെയാകാം, പ്രകൃതിയിലൂടെയാകാം, വിവിധ രൂപത്തിലാകാം, വിവിധ ഭാവത്തിലാകാം. അത് ഇടപെടുന്നത് മനുഷ്യനായിരിക്കില്ല, നിൻ്റെ ദൈവമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യത്തോട് പറയാം, പ്രിയപ്പെട്ടവരെ, കർത്താവാണ് എൻ്റെ അപ്പൻ. ദാനിയേൽ പറഞ്ഞില്ലേ 14:38 ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. എപ്പോഴാണ് പറഞ്ഞെന്നറിയോ? ദൈവം എത്തിച്ചു കൊടുത്ത അപ്പമെടുത്ത് ഭക്ഷിക്കുന്നതിന് മുമ്പ്, ഹബക്കൂക്ക് പ്രവാചകന്റെ കൈകളിൽ നിന്ന് ഈ ഭക്ഷണം ഏറ്റുവാങ്ങി കഴിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് പ്രവാചകനായ ദാനിയേൽ പറയാണ്, ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. എത്രയോ തവണ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇത് പറയുന്ന എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ദൈവം ഇടപെട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ദാനിയേലിനെ പോലെ സ്വർഗത്തിലേക്ക് ആ ചിന്തകളൊന്നും ഉയർത്തിയിട്ടുണ്ടോ? ദൈവമാണ് ആ വ്യക്തിയിലൂടെ നമ്മളെ സഹായിച്ചതെന്ന്. നമ്മളെപ്പോഴും കാണുന്നത് നമ്മളെ സഹായിക്കുന്ന വ്യക്തികളിലൂടെയാണ്. പ്രിയപ്പെട്ടവർ, നമ്മളെ സഹായിക്കുന്ന വ്യക്തികളെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളെ സഹായിക്കാൻ വ്യക്തികളെ പ്രചോദിപ്പിച്ച ദൈവത്തിൻ്റെ പ്രചോദനത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എൻ്റെ നിസ്സഹായ അവസ്ഥയിലും എൻ്റെ വേദനയുടെ ഘട്ടങ്ങളിലും അനേകരെ എന്നെ സഹായിക്കുവാൻ വേണ്ടി ദൈവമാണ് അവരുടെ ഹൃദയത്തെ ഭാഗപ്പെടുത്തിയത്, ദൈവമാണ് അവരെ പ്രചോദിപ്പിച്ചത്. ആ ദൈവത്തെയാണ് ഞാൻ ആദ്യം കാണേണ്ടതും ആ ദൈവത്തിലൂടെ വേണം ഈ വ്യക്തികളെ ഓർക്കുവാനും. പ്രവാചകനായ ഹബക്കൂക്കിനെ ദാനിയേൽ കണ്ടുപോലും കാണത്തില്ല. സിംഹക്കുഴിയിൽ കിടക്കുന്ന സമയത്ത് ആ ശബ്ദമാണ് കേട്ടത്. ഈ ബോധ്യം നമുക്ക് തിരിച്ചറിയണം. ഈ ബോധ്യം തിരിച്ചറിഞ്ഞ പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. അതായത് ദാനിയേലിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്നത് നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വേദനകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തെ ഹബക്കൂക്ക് പ്രവാചകനെ മുമ്പോട്ട് നയിച്ചതും ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തെ കൂടുതൽ ദർശിക്കുവാനും ഇടയായത് ഈ ദാനിയേലിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നേരിട്ട് കണ്ടതുകൊണ്ടാണ്. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, ഞാൻ കേട്ടു, എൻ്റെ ശരീരങ്ങൾ വിറയ്ക്കുന്നു, എൻ്റെ അധരങ്ങൾ ഭയന്നു വിറയ്ക്കുന്നു, എൻ്റെ അസ്ഥികൾ ഉരുകി, എൻ്റെ അസ്ഥികൾ ഉരുകി. വലിയ വേദനയിലൂടെ വലിയ ആക്രമണത്തിനിരയായ ഹബക്കൂക്ക് പ്രവാചകൻ നേരെ സ്വർഗത്തിലേക്ക് ദർശിച്ചു. സ്വർഗത്തിലേക്ക് ദർശിച്ച ഹബക്കൂക്ക് പ്രവാചകന് കൊടുത്ത ചിന്തയാണ് സിംഹങ്ങളുടെ കുഴിയിൽ കിടന്ന ദാനിയേലിൻ്റെ ജീവനെ രക്ഷിക്കുന്നത് മാത്രമല്ല, അവനെ തീറ്റിപ്പോറ്റിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പ്രവാചകൻ ഓർത്തപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായ്ക്കൾ ഇല്ലാതായാലും തൊഴുത്തിൽ ആലയിൽ ആട്ടും കൂട്ടം അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ ബലം. ഇതാണ് പ്രിയപ്പെട്ടവരെ, അനേകരുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് നയിക്കുന്നതാകണം. ഈ കാലഘട്ടത്തിൽ
വെല്ലുവിളിയോടുകൂടി ഏറ്റെടുക്കേണ്ട സന്ദേശമാണിത്. അനേകർ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. ഈ കൊറോണ കാലത്ത് നിന്റെ ദൈവം എവിടെ? ഈ ദുരിതങ്ങളിൽ ദൈവം എവിടെ? മാരകമായ രോഗം പിടിപെട്ട സമയത്ത് ദൈവം എവിടെ? ലക്ഷങ്ങളുടെ കടങ്ങളിലും ഭാരങ്ങളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യൻ്റെ ദുരിതങ്ങൾ ദൈവം കാണുന്നില്ലയോ? ദൈവമക്കൾ കാണുന്നത് ദൈവരാജ്യമാണ്. ദൈവമക്കൾ ദർശിക്കുന്നത് സ്വർഗമാണ്. ദൈവമക്കൾ ഉറപ്പുവരുത്തുന്നത് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ്. ഈ ഭൂമിയിലെ ജീവിതം കുറച്ചു കാലങ്ങൾ ജീവിച്ചു തീർക്കുമെന്നും അതിനുശേഷം മനോഹരമായൊരു ജീവിതം എല്ലാ മനുഷ്യർക്കും ഉണ്ടോ? സ്വന്തം അങ്ങനെ ചിന്തിച്ച് സ്വന്തം രക്ഷയെ ഉറപ്പുവരുന്നൊരു വ്യക്തിക്ക് അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായ്ക്കളില്ലാതായാലും ഒരു ദുരിതം മാറി മറ്റൊരു ദുരിതം വന്നാലും ഒരു രോഗം മാറി മറ്റൊരു രോഗം വന്നാലും അവൻ്റെ ദർശനങ്ങളും അവൻ്റെ ചിന്തകളും മുഴുവൻ സ്വർഗത്തെക്കുറിച്ചാണ്, നിത്യതയെക്കുറിച്ചാണ്. നിത്യതയെ ദർശിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടി, നിത്യതയെ ദർശിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ദൈവം തക്ക സമയത്ത് ഇടപെട്ടിരിക്കും. 3 പരീക്ഷണങ്ങൾ, ചുരുക്കി ഞാൻ പറയാം, 3 പരീക്ഷണങ്ങൾ ദൈവരാജ്യത്തിൽ നിന്നും മനുഷ്യനെ അകറ്റാം. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 40 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും കഴിഞ്ഞ സമയത്ത് യേശു നേരിട്ട 3 പരീക്ഷണങ്ങളാണ്. ഒന്ന്, കല്ല് അപ്പമാക്കാൻ പറയുകയാണ്. 2, സകല സാമ്രാജ്യങ്ങളും നിമിഷ നേരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ഞാനിത് നിനക്ക് നൽകാമെന്ന് പറയാണ്. യേശു പ്രിയപ്പെട്ടവരെ അതിനെല്ലാം അതിജീവിക്കുന്നത്, യേശുവിന് വിശന്നപ്പോൾ പിശാച് മനസ്സിലാക്കിയത് ഈ ലോകത്തിൻ്റെ അപ്പം കൊണ്ട് യേശുവിൻ്റെ വിശപ്പ് തൃപ്തിപ്പെടുത്താമെന്നുള്ളതാണ്. എന്നാൽ യേശുവിൻ്റെ വിശപ്പ് ആത്മാക്കളെക്കുറിച്ചുള്ള വിശപ്പായിരുന്നു. യേശുവിൻ്റെ വിശപ്പ് ശരീരത്തെക്കുറിച്ചുള്ളതായിരുന്നില്ല. അതറിയണമെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ സമരിയാക്കാരി സ്ത്രീയുടെ അരികിലേക്ക് പോയ യേശുവിനെ അറിയാൻ പറ്റും. ഗ്രാമങ്ങളിൽ ഭക്ഷണം മേടിക്കാൻ പോയപ്പോൾ യേശു സമരിയാക്കാരി സ്ത്രീയെ സ്വന്തമാക്കിയിട്ട് പറയുകയാണ്, നിങ്ങളറിയാത്ത ഭക്ഷണം ഞാൻ കഴിച്ചു. യേശുവിൻ്റെ വിശപ്പും യേശുവിൻ്റെ ദാഹവും ഈ ലോകത്തിലെ ഭക്ഷണത്തിനു വേണ്ടിയോ ജലത്തിനു വേണ്ടിയോ ഉള്ളതായിരുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹവും വിശപ്പുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു പിശാചിനെ ഒഴിപ്പിച്ചത് കർത്താവിൻ്റെ വചനം കൊണ്ടാണ്. യാക്കോസ്ലിയുടെ ലേഖനത്തിൽ വ്യക്തമായി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്ന ജീവൻ്റെ വചനത്തെ നിങ്ങൾ വിനയപൂർവം സ്വീകരിക്കുവിൻ. ഓരോ മനുഷ്യൻ്റെയും ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ജീവൻ്റെ വചനത്താലാണ്. ശരീരത്തിൽ അനുഭവപ്പെടുന്ന സുഖങ്ങളും പ്രലോഭനങ്ങളും സന്തോഷങ്ങളും, അതായത് രോഗങ്ങളും വേദനകളെല്ലാം അതിജീവിക്കണമെങ്കിൽ ഈ ആത്മാവിനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. 2, എപ്പോഴും ദൈവരാജ്യം എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും സെറ്റ് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ പൂർവ്വപിതാവായ ജോസഫിനുണ്ടായത്. ഫൊത്തിപ്പറിൻ്റെ ഭാര്യ ജോസഫിനെ നിരന്തരം പാപം ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്ന സമയത്ത് ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, എൻ്റെ ദൈവത്തിനെതിരെ ഈ നീചമായ പ്രവൃത്തി ഞാൻ ചെയ്ത് എങ്ങനെ ഈ പാപം ചെയ്യും? അതായത് ഓർത്തുകൊള്ളുക, ജോസഫ് ഫൊത്തിപ്പറിൻ്റെ ഭാര്യയ്ക്ക് വിധേയപ്പെടാതിരുന്നത് യേശു പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നിരന്തരം അന്വേഷണത്തിലൂടെ ആയിരുന്നു. യേശു പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമായിരുന്നില്ല, സ്വന്തം ആത്മാവിൻ്റെ രക്ഷ ജോസഫ് എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ടായിരുന്നു. 2, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ സൂസന്ന 2 ന്യായാധിപന്മാരിലൂടെ നിരന്തരം പാപം ചെയ്യാനായിട്ട് നിരന്തരം പ്രചോദിപ്പിക്കപ്പെടുന്ന സമയത്ത് സൂസന്നയും പറഞ്ഞത് അത് തന്നെയാണ്. സൂസന്ന കുഞ്ഞുനാൾ മുതലേ സ്വർഗരാജ്യത്തെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും നിരന്തരം ചിന്തിക്കുകയും ഏകസത്യ ദൈവമായ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സൂസന്നെ രക്ഷിക്കുവാൻ വേണ്ടി ദാനിയേൽ എന്ന് പറയുന്ന ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി എന്നാണ്. ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ വചനമാണ്.
മത്തായി 6:33. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം അടുത്ത ദിവസമല്ല, അടുത്ത വർഷമല്ല, വരും കാലങ്ങളിലല്ല, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടി ചേർക്കപ്പെടുമെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 2-3 പോയിന്റ് മാത്രം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ദാനിയേലിനെ പോറ്റുവാനായിട്ട് സിംഹങ്ങളുടെ കുഴിയിൽ അപ്പവുമായി കടന്നു എന്ന കർത്താവ് ഈ ലോകത്തിലെ സകല മേഖലകൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. രണ്ടാമത്, മാരക പരീക്ഷണങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നുപോയ ജോസഫിനെ ജയിലറയിലേക്ക് അടച്ചപ്പോഴും വരും നാളുകളിൽ പിൻകാലത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ തക്കവിധം, ജോസഫിൻ്റെ തലമുറയെ പോറ്റുവാൻ തക്കവിധം ജോസഫിനെ ഉയർത്തിയ ഒരു ദൈവം ആ പാപത്തെ അതിജീവിച്ചപ്പോൾ ദൈവം അവന് കൊടുക്കുകയായിരുന്നു. കൊലക്കളത്തിലേക്ക് പോയ സൂസനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം ദാനിയേലിൻ്റെ ആത്മാവിനെ ഉണർത്തി. അതാണ് യേശു പറഞ്ഞത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഓ ദൈവമേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യർക്കും ആത്മാവ് വെളിപ്പെടുത്തട്ടെ ദൈവരാജ്യത്തെക്കുറിച്ച്. ആമേൻ.